നടുവിൽ ഗിദെയോൻ ഗോതമ്പ് വിദ്യയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരിവെ അത് മെതിക്കുകയായിരുന്നു. അതിന്റെ നടുവിലേക്കാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയായി ഗിദെയോനെ എന്ന് വിളിക്കുമ്പോൾ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിലും 7 സംവത്സരമായി ജീവിതത്തിന്റെ അകത്ത് നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലെന്നറിയാം. പക്ഷെ അതിന്റെ നടുവിലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഗിദെയോനോട് ഒന്ന് പറയുമ്പോൾ, ദൈവം ഗിദെയോനോട് പറയുമ്പോൾ ഗിദെയോൻ തിരിച്ചു പറയുന്ന മറുപടിയാ, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിട്ടും എന്താണ് എനിക്ക് ഈ പ്രതിസന്ധി മാറാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ടായിട്ടും എന്താണ് എൻ്റെ ഈ പ്രതിസന്ധി മാറാത്തത്? എന്താണ് ഈ പ്രതികൂലം മാറാത്തത്? ദൈവം എന്നെ അറിയുന്നില്ലേ? ദൈവം എൻ്റെ കൂടെ ഇല്ലയോ എന്ന് പലപ്പോഴും നാം എല്ലാം ചോദിക്കാറുണ്ട്. പല പ്രയാസങ്ങളുടെ നടുവിൽ, പല വേദനകളുടെ നടുവിൽ, പല ഭാരങ്ങളുടെ നടുവിൽ, പല ഒറ്റപ്പെടലുകളുടെ നടുവിലൊക്കെ നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെടുമ്പോഴൊക്കെ നമ്മുടെ അകത്തുനിന്ന് നാം ചോദിക്കുന്ന ഒരു ചോദ്യമായി, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ദൈവം അറിയാതാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ അറിയാതെ ചോദിച്ചു പോകാറുണ്ട്. ദൈവം അറിഞ്ഞിട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വേദപുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ചില വാക്യങ്ങളിൽ ചില ആളുകളെ നിങ്ങൾ വേഗം പരിചയപ്പെടുത്തിയ ശേഷം എൻ്റെ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മറിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൂതമെന്ന് പറയുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയ കേട്ട ആ ശബ്ദം ചെറിയ ശബ്ദമല്ല. ഇതുവരെ ആളുകൾ ആ കാലഘട്ടത്തിൽ കേൾക്കാൻ കൊതിച്ച മശിഹിയെ ലോക അവിടുത്തെ ആളുകൾ കാത്തിരിക്കുമ്പോൾ മറിയോട് എന്ന് പറയാം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്നോട് ആ പദം ശ്രദ്ധിക്കണം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറട്ടെ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ആരുമില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയ്ക്കകത്ത് നിങ്ങൾ തനിച്ചായിരിക്കാം. നിങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത്, നിങ്ങളുടെ കഷ്ടങ്ങളുടെ അകത്ത്, നിങ്ങളുടെ വേദനയ്ക്കകത്ത് ആശ്വാസത്തിന്റെ പദങ്ങൾ പറയുവാൻ ഒരുപക്ഷെ ആരുമില്ലായിരിക്കാം. അടുത്ത മണിക്കൂറുകളിൽ മറിയ അനുഭവിക്കാൻ പോകുന്ന സാമൂഹ്യപരമായിട്ടും ആളുകളിൽ നിന്ന് കേൾക്കാൻ പോകുന്ന വാക്കുകൾ ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് സമൂഹത്തിന്റെ അകത്ത് അനുഭവിക്കാൻ കഴിയാത്ത വ്യഥകളാണ്. അടുത്ത ചില മണിക്കൂറുകളിൽ മറിയ ചില ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പോവുകയാണ്. ആ ചോദ്യങ്ങൾ അവൾക്ക് നേരെ വരുന്നതിന് മുമ്പ് തന്നെ സ്വർഗം മറിയോട് പറയുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രശ്നങ്ങളുടെ അകത്ത്, പ്രതിസന്ധികൾക്കകത്ത്, നീറുന്ന വേദനയ്ക്കകത്ത് കടന്നു പോകുന്ന നിന്നെ നോക്കി കർത്താവ് ഇന്ന് രാത്രി പറയുക, യഹോവ നിന്നോട് കൂടെയുണ്ട്, ദൈവം നിന്നോട് കൂടെയുണ്ട്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല ഈ മരുപ്രയാണ യാത്രയിൽ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത്, നിന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾക്കകത്ത്, ജീവിതത്തിന്റെ പ്രയാസവേളയ്ക്കകത്ത് നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ ഒരു കർത്താവുണ്ട്. നീ ഏകനല്ല, ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ കരുത്തുള്ളൊരു മഹാദൈവം, ഏക സത്യ ദൈവം നിന്നോട് കൂടെയുണ്ട്. മറിയോട് അസന്നിഗ്ധമായി ദൂതം എന്ന് പറയുക, നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ ലഭിച്ചവളെ നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഈ മീറ്റിംഗിന്റെ അകത്ത് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ആത്മാവിൽ ഞാൻ കൈമാറട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെ ആരും നിങ്ങളുടെ കൂടത്തില്ലെങ്കിൽ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ഉയർത്താൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റാൻ ഒരുപക്ഷെ സഹായിക്കാമെന്ന് പറഞ്ഞ പല വ്യക്തികളൊക്കെ മാറിപ്പോയേക്കാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോട് കൂടെ കർത്താവ് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ വാക്യത്തിലേക്ക് വരും മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന് 9-10 വാക്യങ്ങൾ, ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു, എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവം അവനോട് കൂടെയിരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് അവൻ രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും
കൊടുത്തു. സ്തോത്രം. അവൻ അവനെ മിസ്രൈമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. പ്രിയപ്പെട്ടവരെ, യോസേഫിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന അനുഭവമാണ്. പൊട്ടക്കുഴിക്കകത്തിടുമ്പോഴും പൊത്തിഫേറിന്റെ വീടിന്റെ അകത്തും കാരാഗ്രഹത്തിന്റെ അകത്തുമൊക്കെ യോസേഫ് കിടക്കുമ്പോഴും ചരിത്ര പുസ്തകത്തിന്റെ അകത്ത് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുക, ദൈവം അവനോട് കൂടെ ഇരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മറിയോട് കൂടെ ഇരുന്ന ദൈവം യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾക്കകത്ത് യഹോവയെ അറിയാതാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവം ചോദിച്ചൊരു ചോദ്യം. ഇന്ന് രാത്രി നിങ്ങൾ ആ ചോദ്യത്തിന്റെ അകത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ, ഈ ചോദ്യം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നെങ്കിൽ, ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ട് എന്താ എന്റെ പ്രതിസന്ധി മാറാത്തത്? ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ടും എന്താണ് ഈ കഷ്ടത മാറാത്തത്? ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ടും എന്താണ് എന്നെ നിന്ന മാറാത്തത്? ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ട് എന്താണ് എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു അഭിവൃദ്ധി ഞാൻ പ്രാപിക്കാത്തത്? ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ട് എന്താ ഞാൻ ഒരു നന്മയിലേക്ക് എത്താത്തെന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത്, നിങ്ങളുടെ അകതാരിന്റെ അകത്ത് നിങ്ങളോട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ, ഇവിടെ മറിയയുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോസേഫ് അനുഭവിച്ച പ്രതിസന്ധികൾ, ജീവിതത്തിന്റെ അകത്ത് അനുഭവിച്ച വ്യഥകൾ ഒത്തിരിയാണ്. ഇവിടെ ചരിത്രകാരൻ പറയുന്നു, ദൈവം അവനോട് കൂടെയിരുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ പ്രതികൂലത്തിന്റെ അകത്ത്, നിങ്ങളുടെ കഷ്ടത്തിന്റെ അകത്ത്, നിങ്ങളുടെ വേദനയ്ക്കകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മഹാദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യഥകൾ. ദൈവം അറിയാതല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങൾ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യഥകൾക്കും കഷ്ടങ്ങൾക്കും എല്ലാം ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുക, സ്തോത്രം, കൊരിന്ത്യർ ലേഖനത്തിന്റെ അകത്ത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പറഞ്ഞു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. വിവിധമാകുന്ന പരീക്ഷകൾക്കകത്തൂടെ നാം എല്ലാം കടന്നു പോകേണ്ടി വരും. സ്തോത്രം. പക്ഷെ ദൈവം വിശ്വസ്തനാ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ അവ സമ്മതിക്കുന്ന ദൈവമല്ല. നമുക്കെല്ലാം സഹിക്കാൻ കഴിയുന്നത്, നമുക്കെല്ലാം വഹിക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് നമുക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രമേ ദൈവം നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. നമുക്ക് എത്രത്തോളം തന്നാൽ വഹിക്കാം എന്നറിയാവുന്നത് ഈ ലോകത്ത് കർത്താവിന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ പ്രതിസന്ധികൾ നിനക്ക് വന്നാൽ നീ സഹിക്കും, ഏതൊക്കെ പ്രതിസന്ധി വന്നാൽ നീ വഹിക്കുമെന്ന് ഈ ലോകത്തിൽ ആരെ കാട്ടിലും അറിയാവുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അവൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പരീക്ഷകളും പരിശോധനകളും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഏറി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോക്കുവഴി ഒരുക്കുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ആത്മാവിനും നിയോഗത്തിൽ ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന പരിശോധനകൾക്ക്, നീ അനുഭവിക്കുന്ന പരീക്ഷകൾക്ക്, നീ അനുഭവിക്കുന്ന വേദനാജനകമായ അനുഭവങ്ങൾക്കെല്ലാം ആ പരീക്ഷയോടുകൂടെ തന്നെ സർവശക്തനായ ദൈവം ഒരു പോക്കുവഴി തരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ കരുത്തുള്ളവർക്കായി ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ പരീക്ഷയോടുകൂടെ തന്നെ അവൻ പോക്കുവഴി ഒരുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ആരും തളർന്നു പോകരുത്, ആരും നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ അകത്ത് നമ്മൾ ഉറയ്ക്കാൻ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് അവൻ പരീക്ഷയോടുകൂടെ തന്നെ അവൻ പോക്കുവഴി ഒരുക്കുന്ന ദൈവമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് ഒരു പോക്കുവഴിയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കകത്ത്, രോഗങ്ങളകത്ത്, നിങ്ങളുടെ മാനസിക ദുഃഖങ്ങളുടെ അകത്ത് ആരോടും പറയാൻ നിങ്ങൾ കരയുന്ന വിഷയത്തിന്റെ എല്ലാം നടുവിൽ പോക്കുവഴി ഒരുക്കുവാൻ അവൻ മഹാദൈവമത്രേ. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്ത്. എല്ലാം തകർക്കപ്പെട്ടവനായി, ജീവിതത്തിന്റെ
അതിന്റെ അകത്ത് മനുകുലത്തിന്റെ സകല പാപവും പേറിക്കൊണ്ട് കാലുകളുടെ ഗിരിമുകളിൽ 2 കള്ളന്മാർ നടുവിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന ദൈവ കുഞ്ഞാട്. ആ ക്രൂശിന്റെ സ്നേഹമല്ലേ നമ്മെ തേടി വന്നത്. സ്തോത്രം. ആ സ്നേഹം ഇന്നും നമ്മളെ തേടി വന്ന സ്നേഹമാ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്. നാം ഒറ്റയ്ക്കല്ല യാത്രയിൽ. നമ്മോട് കൂടെ നമ്മുടെ വലം കരുത്തിന് പിടിക്കാൻ, നമുക്ക് മുമ്പേ നടപ്പാൻ, നമുക്ക് വഴികാട്ടിയായി ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, താമര കഥകളെ തകർപ്പാൻ നാം സേവിക്കുന്ന മഹാദൈവം ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളകത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകൾക്കകത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിരാശകൾക്കകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ മഹാദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നിങ്ങളുടെ ജീവിതത്തിന്റെ ശുശ്രൂഷ തലങ്ങളെ അവൻ വിശാലമാക്കും. നിങ്ങൾ കർത്താവിന് വിട്ടു നിൽക്ക്. അവൻ കർത്താവിന് വിട്ടു നിൽക്കും. ഒരു ഗിദെയോനെ പോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. ആ ഗിദെയോന്റെ ജീവിതത്തിന്റെ ഒത്തിരി പരിശോധനകൾ വന്നു. സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഗിദെയോൻ നിൽക്കാൻ തയ്യാറായിത്തീർന്നു. സ്തുതം അവനെ ശക്തിപ്പെടുത്തുക. അല്ലയോ പരാക്രമശാലിയായി ഗിദെയോനെ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ അവനെ നോക്കി അവള് പറയും, നീ ഈ ബലത്തോടെ പോക. ഗിദെയോൻ പറയാ, നീ ഈ ബലത്തോടെ പോക, നീ ഈ ബലത്തോടെ പോക. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ പറയാ, ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്താൽ, ദൈവം നിന്റെ മേൽ പകർന്ന ബലത്തോടെ നീ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്ക്. ദൈവം നിന്നെ അതിശക്തമായ നിലകളിൽ ചില മിദ്യാനീയ പാളയത്തിന്റെ അകത്തേക്ക് ഒരു യവത്തപ്പം ഉരുണ്ടി എന്നതുപോലെ ഒരു ഗിദെയോൻ. സ്തോത്രം. അവന് ഉള്ളിൽ ഒത്തിരി ഭയമുണ്ട്, ഒത്തിരി ഭീതിയുണ്ട്. സ്തോത്രം. ഭയം ഒത്തിരി ഉണ്ട്. കർത്താവ് അവന് ബലം നൽകുവാനിടയായിത്തീരുന്നു. ഒരുപക്ഷെ ഈ ജീവിതയാത്ര മുൻപോട്ട് എങ്ങനെ യാത്ര ചെയ്യുമെന്നോർത്ത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്കൊരു ബലം തന്നാൽ, കർത്താവ് നിങ്ങൾക്കൊരു ബലം പകർന്നാൽ, സ്തോത്രം. ഇവിടെ ഗിദെയോൻ ഒത്തിരി അയോഗ്യതകൾ പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ നല്ലവനല്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ഒക്കെ പറഞ്ഞ ചെറിയവനാണെന്നൊക്കെ ഇവിടെ ഗിദെയോൻ പറയുന്നുണ്ട്. സ്തോത്രം. ദൈവം ഗിദെയോനോട് പറയുക, ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്. ഗിദെയോനെ, സ്തോത്രം, ദൈവം നമ്മുടെ ഇന്നലകളെ നോക്കുന്ന ദൈവമല്ല. സ്തോത്രം. ദൈവത്തിന്റെ ആവശ്യം നമ്മളെ കൊണ്ട് നാളെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. നമ്മുടെ ഇന്നലകളെ നോക്കി മനുഷ്യൻ ഇന്നലകളെ നോക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്നലകളെ നോക്കുന്ന ദൈവമല്ല. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ചെറിയവനാണ്. സ്തോത്രം. എൻ്റെ കുടുംബം മനുഷ്യൽ ഏറ്റവും എളിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നെ ഈ ബലത്തോടായിരിക്കും. പ്രിയരെ, മനുഷ്യൻ നമ്മുടെ ഇന്നലകളെ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. കർത്താവ് നമ്മളെ നോക്കുന്നത് അവൻ നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് രാത്രി എന്നെ കണ്ടത് പ്രിയപ്പെട്ടവരെ, ഒരു ഗിദെയോനെ പോലെ അവൻ ചിലതിനെ പിടിച്ചടക്കുവാൻ ദൈവം തന്നെ ഒന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ബലത്തോടെ പോകാം. ആ ദൈവത്തിന്റെ ബലം കർത്താവ് നമ്മുടെ മേൽ ഒന്ന് പകരാൻ ആഗ്രഹിക്കുക. സ്തോത്രം. 18-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടുന്ന് പോകരുത് എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്നരുളി ചെയ്തു. പ്രിയരെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഗിദെയോന് വേണ്ടി മഹാദൈവം അവൻ തിരിച്ചു വരുവോളം ഗിദെയോന് വേണ്ടി നിൽക്കുക. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ പറയട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുക. ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദമായി നിൽപ്പാൻ, ഈ തലമുറയിൽ ദൈവത്തിന്റെ നാവായി നിൽപ്പാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. അന്ന് ദൈവം നിനക്ക് വേണ്ടി ഒന്ന് നിൽക്കാൻ ഒന്ന് ഇടയാകുക. ദൈവത്തിന് വേണ്ടി ഒരു വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ദൈവത്തിന് വൻ കാര്യങ്ങളെ നിങ്ങളിലൂടെ ചെയ്യാൻ കഴിയും. ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദമായി, ഈ തലമുറയിൽ ദൈവത്തിന്റെ നാമായി ദൈവം നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണോ പ്രയോജനപ്പെടുത്തുന്നത്, സുവിശേഷത്തിന്റെ ശബ്ദമായി, സുവിശേഷത്തിന്റെ നാവായി ദൈവമേൽപ്പിച്ച മഹാദൗത്യത്തെ ചെയ്തെടുക്കുവാൻ നിയോഗത്തോടെ ഇന്ന് രാത്രി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനെ ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അതിനെ കർത്താവ് ഒരുക്കട്ടെ. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രതിസന്ധിയുടെ